ശബരിമലയിൽ എക്സൈസ് പരിശോധന ശക്തം. ഡിസംബർ 2 വരെ 197 ഇടങ്ങളിൽ പരിശോധന നടത്തി. 1055 കേസുകളായി 2.11 ലക്ഷം രൂപ പിഴ ഈടാക്കിയതായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ പറഞ്ഞു. നിരോധിത മേഖലയായ നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തും മോട്ടോർ വാഹന വകുപ്പും ആരോഗ്യവകുപ്പും എക്സൈസും ചേർന്ന് 17 സംയുക്ത പരിശോധനകൾ നടത്തി. സന്നിധാനത്ത് 65 റെയ്ഡുകളാണ് നടന്നത്. സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചതിന് 439 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പമ്പയിലെ എക്സൈസ് 92 റെയ്ഡുകൾ നടത്തി 370 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നിലയ്ക്കലിൽ 246 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സന്നിധാനത്ത് CI ജി രാജീവും നിലയ്ക്കലിൽ CI ബെന്നി ജോർജും പമ്പയിൽ CI NK ഷാജിയും റെയ്ഡുകൾക്ക് നേതൃത്വം നൽകി. ഞാൻ രാജീവ്, സന്നിധാനം എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ ചുമതലയാണ്. എല്ലാ തവണയും പോലെ തന്നെ ഇത്തവണയും എക്സൈസ് വകുപ്പ് മണ്ഡലകാല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ്, മുന്നൊരുക്കങ്ങളാണ് നടത്തിവരുന്നത്. സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലും ഓരോ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമുണ്ട്. സന്നിധാനത്തും പമ്പയിലും അതിന്റെ മേൽനോട്ട ചുമതല ഒരു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്കും ഉണ്ട്. ഇത്തവണ സന്നിധാനത്ത് 24ഓളം അംഗങ്ങളുള്ള ഒരു ശക്തമായ ടീമുണ്ട്. ഞങ്ങൾ ഇതര വകുപ്പുമായി ചേർന്നിട്ട് സംയുക്ത റെയ്ഡുകൾ കാര്യക്ഷമമായി നടത്തി വരുന്നുണ്ട്. പ്രധാനമായിട്ട് ലേബർ ക്യാമ്പുകൾ, അതുപോലെ തന്നെ കടകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. പരിശോധനയ്ക്കൊപ്പം കടകളിലെയും ഹോട്ടലുകളിലെയും ജീവനക്കാർക്കിടയിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണവും എക്സൈസ് നടത്തുന്നുണ്ട്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിങ്ങനെ 3 എക്സൈസ് റേഞ്ചുകളായി തിരിച്ചാണ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം. സന്നിധാനത്ത് 24 ഉദ്യോഗസ്ഥരും നിലയ്ക്കലിൽ 30 പേരും പമ്പയിൽ 20 പേരും ജോലി ചെയ്യുന്നുണ്ട്. നിരോധിത മേഖലയായ ശബരിമലയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് കൃഷ്ണകുമാർ പറഞ്ഞു.